രാമേട്ടനാണ് എന്നെ ഈ വിവരം അറിയിച്ചത്. പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും എൻ്റെ മകൾ മോളെ എൻ്റെ മോളെ പക്ഷെ അവരെ വെറുതെ വിടാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ ജയിലിലായി. അടുത്ത ദിവസം തന്നെ സാക്ഷിയായ രാമേട്ടൻ കൊല്ലപ്പെട്ടു. പക്ഷേ അത് ആത്മഹത്യയായി മാറി നിയമത്തിന് മുന്നിൽ. അധികാരവും പണവും നിയമത്തെ കീഴടക്കി. സമർത്ഥനായ വക്കീലിലൂടെ പ്രതികൾ രക്ഷപ്പെട്ടു. അപ്പോട്ടാ ആ നിയമത്തിന് ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കും. പറ, എന്തു വേണവന്മാരെ? അരിയണം, അരിഞ്ഞു തള്ളണവന്മാരെ. ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ? മനുഷ്യര് മൃഗങ്ങളാടാ കൂടുതലും. അത്തരം മനുഷ്യമൃഗങ്ങളെ അറിയേണ്ടത്. വണ്ടി എടുക്കടാ. ഇവിടെ ആരുമില്ലേ? ആരാ? അപ്പോട്ടം പറഞ്ഞിട്ട് വന്നാ. കൂടെ ഉണ്ടായിരുന്നു. മോള് അകത്തുണ്ട്. ഇതിരിക്കട്ടെ. വേണ്ട. അല്ല, അപ്പോട്ടം നന്നാന്ന് വിചാരിച്ചാൽ മതി. എടാ, നിങ്ങൾക്കറിയോ, എനിക്ക് ഈ ഹണ്ടിങ് എന്ന് പറഞ്ഞൊരു വീക്ക്നെസ് ആണ്. ഹണ്ടിങ് ആർക്കാടാ ഇഷ്ടമല്ലാത്ത? എടാ, ഞാൻ വിരിച്ച വലകളിൽ വീണതെല്ലാം പുള്ളിമാനുകളാടാ, മാൻപേടകൾ. വേട്ടയ്ക്ക് പോയി പോയി അകത്തു പോയിരുന്നാ മതിയായിരുന്നു. ഒരു പുലിവാലിന്ന് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന. ഡാരി, നിനക്കറിയോ, എൻ്റെ അപ്പൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. അതുള്ളിടത്തോളം കാലം എൻ്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല ഒരു നിയമത്തിനും. ഇനി ഇത്തരം വേട്ടകൾക്ക് ഞാനില്ല. അത് പറയാനാ ഞാൻ വന്നേ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടടാ, പക്ഷെ എൻ്റെ ഈ ജീവിതമേ എൻജോയ് ചെയ്യാനുള്ളതാ. ഒരു പാവം പെൺകുട്ടിയെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന്. ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്ന്. മനസമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ഒരു മാന്യൻ. ഇവനൊരാണാണോടാ? ആണത്തല്ലെങ്കിലും ചങ്കുറ്റം വേണ്ടേ? നിന്നെപ്പോലുള്ള ഒരു സിഗണ്ടിയെ കൂടെ കൂട്ടിയ ഞങ്ങളെ വേണം പറയാൻ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടല്ല നിങ്ങളൊന്നും ആണത്തം തെളിയിക്കേണ്ടത്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി നമ്മൾ തമ്മിൽ കാണില്ല.
ബൈ. ഡാ ഹരി, പോണെങ്കിൽ പോട്രാ, അവനല്ലെങ്കിൽ നമുക്ക് സെറ്റാവില്ല. ഡാ അവനെങ്ങാനും നമുക്ക് പണി തരുടാ. നമുക്ക് കരിമോനെ ചില്ലിട്ട് വെക്കാടാ, പുണ്യാളനാക്കാടാ. ഇവന് നമുക്ക് ആ പാൽക്കാരന് കൊടുത്ത പണി തന്നെ കൊടുക്കാല്ലേ. നീ അങ്ങനെ അങ്ങ് പോയാലോ മോനെ. ഇങ്ങോട്ട് മാറാ. എന്താ വേണ്ടേ? പോടാ, പോയി രക്ഷപ്പെട്. ഇനി ഇങ്ങനെയുള്ള വേതാളങ്ങൾക്കൊപ്പം കൂട്ടുകൂടരുത്. പോടാ. നിങ്ങൾക്ക് ആരാടാ? ആരാ ആരാ നിങ്ങള്? അതെങ്കിലും പറ. നിന്റെയൊക്കെ കേസിന് വിധി പറയാമെന്ന സ്പെഷ്യൽ കോടതിയാടാ. ഇനി ഒരു പെൺകുട്ടിക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാകരുത്. നിയമത്തെ പണവും അധികാരവും ഉപയോഗിച്ച് സ്വാധീനിക്കാം, പക്ഷേ ഇവിടെ അത് നടക്കില്ലടാ. ഡിക്സാ, നേരെ വണ്ടി ശക്തനിലേക്ക് വിടല്ലേ? ഇന്ന് ഉമ്മർക്കോയ്ക്ക് തീർപ്പുണ്ടാക്കല്ലേ. കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആയിക്കോട്ടെ. ഇവിടെ ഒരാള് കൊടകരശാന്തയെ പറ്റി ഓർത്ത് പരീക്കുട്ടിയായിക്കൊണ്ടിരിക്കുക. പാവം കൊച്ചാണ്, അതുകൊണ്ടാടാ. ഈ പ്രേമൊക്കെ ഒരു തരം പ്രാന്തടാ. അത് നഷ്ടപ്പെടുമ്പോ ഉള്ളൊന്ന് പിടയ്ക്കും. അല്ലടാ ഗിരി, പ്രേമിച്ച് തന്നെയാടാ ഞാനും കെട്ടിയത്. പക്ഷെ ഇന്ന് അതിനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ആലോചിച്ച് നടക്കാം ഞാൻ. പ്രേമത്തിന്റെ വില അറിയാവിടെ നിനക്ക്? പ്രേമത്തിന്റെ വില അറിയാവുന്ന ആളാണല്ലോ അരവി. കാമുകൻ ജയിലിൽ പോയപ്പോ കാമുകി തേച്ച് വേറൊരുത്തിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. പ്രേമം മണ്ണാങ്കട്ട. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ലാട്ട അരവി.